ഇപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഒരു വിജയ ജാഥ നടക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയവുമായി ബന്ധപ്പെട്ടാണ് അതിലേക്ക്. തൃശൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് തൃശൂരിൽ ഇപ്പോൾ വിജയാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വിജയമായിരുന്നു. ആ വിജയം ആഘോഷിക്കുകയാണ് BJPയുടെ നേതൃത്വത്തിൽ. നേരത്തെ തന്നെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിജയാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന്. അതിന്റെ ഭാഗമായി ഇപ്പോൾ തൃശ്ശൂരിലാണ് BJPയുടെ വിജയാഘോഷം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മറ്റ് BJP നേതാക്കൾ വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് തൃശ്ശൂരിലെ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ഇപ്പോൾ ഒരു തിരംഗ യാത്ര, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാഹ്ലാദമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് തൃശൂർ സ്വരാജ് റൗണ്ടിൽ തിരംഗ യാത്ര ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് തിരംഗ യാത്ര. BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അണിചേർന്നുകൊണ്ട് തിരംഗ യാത്ര ആരംഭിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിൽ വലിയ വിജയം കൈവരിക്കാനായി ഇന്ത്യക്ക് കഴിഞ്ഞതിൻ്റെയും അതുപോലെ തന്നെ സൈനികർക്ക് ആദരം അർപ്പിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിലൊരു തിരംഗ യാത്ര തൃശൂർ സ്വരാജ് റൗണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. നടുവിലാൽ ഭാഗത്തു നിന്നും ആരംഭിച്ച യാത്ര ഇപ്പോൾ ഈ തെക്കേ നടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജില്ലയിലെ BJPയുടെ നേതാക്കളും സംസ്ഥാന നേതാക്കളായിട്ടുള്ളവരും അതിനോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയും MP കൂടിയായ സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ളവരാണ് ഈ തിരംഗ യാത്രയിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. ഈ വലിയ ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ഒരു ഓപ്പറേഷൻ, ആ ഓപ്പറേഷനിൽ സൈനികർക്ക് കൈവരിക്കാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞ ആ ഒരു നേട്ടത്തിന് അവരെ ആദരം അർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിന് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ രാജ്യം നേടിയെടുത്ത ആ വിജയത്തിന് നമ്മുടെ സൈനികർക്കുള്ള രാജ്യത്തിനുള്ള ഒരു ആദരവായി തന്നെയാണ് ഈ തിരംഗ യാത്രയെ കാണേണ്ടത്.